ഫ്രണ്ട്സ്, വെൽക്കം ടു ആഗീസ് ടേസ്റ്റ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. സ്നാക്കായിട്ട് സ്വീറ്റായിട്ടൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇതിന് ബോംബെ സ്വീറ്റ് എന്ന് പറയും, ബോംബെ മിക്സ്ചർ എന്ന് പറയും. ഇപ്പം എല്ലാവർക്കും അറിയപ്പെടും. വലിയ വലിയ ബേക്കറികളിലൊക്കെ നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഭയങ്കര വിലയാണ്. ഒരു 100 ഗ്രാമിന് തന്നെ ഞാൻ ഒരിക്കൽ നോക്കിയപ്പോൾ 90 രൂപയൊക്കെ മുകളിൽ വന്നിട്ടുണ്ട്. അപ്പം ഇത് പക്ഷേ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി. അങ്ങനെ ഉണ്ടാക്കിയ ഒരു റെസിപ്പിയാണ്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം നമുക്ക് ഒരു പാത്രത്തിൽ 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു നുള്ളു ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിനെ ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 3 ഏലക്കായും ഒരു 3 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് പൊടിച്ചെടുക്കാം. വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു മുട്ടയൊന്ന് പൊടിച്ച് വെച്ച് കൊടുക്കാം. ഒറ്റ മുട്ട ഒഴിച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊടിച്ച പഞ്ചസാര ഇല്ലാതെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഒരു 3 ഏലക്കയും കൂടെ പൊടിച്ചതാണ്. ഇത് രണ്ടും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഈ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ കൊണ്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഞാനിത് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. കുറച്ചൊന്ന് മയം വരട്ടെ. ഇനി നമുക്ക് ഈ മാവൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. ചണ്ടാക്കി കൂടുതൽ മാവൊന്നും വേണ്ട. പരത്താനേ കൂടുതൽ മാവ് വേണ്ടെന്ന്. ഒരുപാട് നൈസായിട്ടും പരത്തണ്ട കേട്ടോ. അല്പം കട്ടി വേണേ. ഇതിനെ ഒന്ന് മുറിച്ചെടുക്കാം. നമുക്ക് സ്ക്വയറിൽ മുറിച്ചെടുക്കാം. നമുക്കിവിടെ ചെറിയ ചെറിയ സ്ക്വയേഴ്സാണ് വേണ്ടത് കേട്ടോ.
ഇതേപോലെ ചെറിയ സ്ക്വയറുകളായിട്ട് മുറിച്ചെടുക്കുക. ചെറിയ സ്ക്വയറായിട്ട്. വലിയ സ്ക്വയർസ് ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് ചെറുതാക്കി കൊടുക്കുക. ഇതേപോലെ ഈ വലിപ്പത്തിലുള്ള ചെറിയ സ്ക്വയർസ് ആക്കി എടുക്കുക കേട്ടോ. കുറച്ച് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്, ബാക്കിയും കൂടെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇത് ഞങ്ങൾ ബോംബെ മിക്സ്ചർ എന്ന് പറയും, ബോംബെ സ്വീറ്റ് എന്ന് പറയും. ഇവിടെ കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോഴെല്ലാം ഞാൻ വിചാരിക്കും ഒന്ന് ഉണ്ടാക്കിയാലോ. സിമ്പിളാണ് സംഭവം, ഭയങ്കര കോസ്റ്റ്ലിയാണ് കേട്ടോ. ഒരു 100 ഗ്രാമിന് തന്നെ 90 രൂപയൊക്കെ വിലയുണ്ട് ഇതിന്. ഇത് മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ കൂടെ 1-2 ഐറ്റംസ് കൂടെ ചേർക്കും. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്താൽ മനസ്സിലാവും ഇത് എന്താണ് സാധനം. ബാക്കിയുള്ളത് നമുക്ക് സ്ക്വയർ മാത്രം കട്ട് ചെയ്തെടുക്കാം. ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഉരുളയും കൂടെ അതുപോലെ അതേ കനത്തിൽ കട്ട് ചെയ്തെടുക്കാം. സ്ക്വയറിലാക്കി എടുക്കട്ടെ. ഏകദേശം ഒരു സ്ക്വയർ ആയിട്ടുണ്ട്. ഈ കനത്തിലാണ് കട്ട് ചെയ്യേണ്ടത് കേട്ടോ. ഇത് ഓരോന്ന് കട്ട് ചെയ്തെടുക്കുക. ചെയ്ത പീസുകളെല്ലാം ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് എണ്ണയിൽ വറുത്തെടുത്താൽ മതി. നമ്മുടെ എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കുറേശ്ശെ ഇട്ട് കൊടുത്ത് വറക്കാം. ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത്രയും മതി, അതൊന്ന് റെഡിയായി വരട്ടെ. നമ്മൾ ആദ്യം ഇട്ടത് റെഡിയായി വന്നിട്ടുണ്ട്, മൂത്ത് വന്നിട്ടുണ്ട് കണ്ടോ. നമുക്ക് ഊരി മാറ്റാം. ബാക്കിയുള്ളത് അതുപോലെ ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് റെഡിയായി കിട്ടും കേട്ടോ ഇത്. നമ്മൾ രണ്ടാമതിട്ടതും റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാമല്ലോ, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്, മൂത്തിട്ടുണ്ട് കേട്ടോ. നല്ല കളർ കണ്ടോ, മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു ട്രിപ്പ് കൂടി ഇടാനുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കും. അങ്ങനെ ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല കേട്ടോ. നമുക്ക് വളരെ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാം.
അപ്പം ഇതൊന്ന് മൂത്ത് വരട്ടെ. ആദ്യമേ തീ കുറച്ചിട്ട് കൊടുക്കണം. പെട്ടെന്ന് മൂത്ത് കിട്ടും കേട്ടോ, പെട്ടെന്ന്, വളരെ പെട്ടെന്ന് കിട്ടും. നമ്മൾ ലാസ്റ്റ് ഇട്ടതും ആയിട്ടുണ്ട്, ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ. സൗണ്ട് കേൾക്കാമല്ലോ, കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇവിടെ മതി, നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം, കോരി മാറ്റാം. വേണ്ട, ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞില്ല. ഈ സ്വീറ്റിൻ്റെ ഇനി ഒരു സ്റ്റെപ്പ് കൂടെ ഉണ്ട് കേട്ടോ. നമ്മുടെ സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബോംബെ സ്വീറ്റ് അല്ലെങ്കിൽ ബോംബെ മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഇട്ട് കൊടുക്കേണ്ടത് നട്ട്സാണ് കേട്ടോ. വറുക്കൊന്നും വേണ്ട, ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അടുത്തായിട്ട് റൈസിൻസ് ആണ്, റൈസിൻസ് ഇട്ട് കൊടുക്കണം. രണ്ടും കൂടെ മിക്സ് ചെയ്തവരെ. എന്നിട്ട് 100 ഗ്രാമിനൊക്കെ 90 രൂപയൊക്കെ വില നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണമെന്നില്ല കേട്ടോ. ഞാനിതിപ്പോൾ ഒരെണ്ണം കഴിച്ച് നോക്കി, എന്താ ടേസ്റ്റ് എന്നറിയാമോ. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു നട്ട്സ്, ഒരു ഇത്, അതുപോലെ തന്നെ 1-2 റൈസിൻസ്, ഇത്രയും കൂടെയാണ് നമ്മൾ കഴിക്കേണ്ടത് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. ഞാൻ എപ്പോഴും വാങ്ങിക്കും ഇത് കടയിൽ നിന്ന്. കുറച്ചേ കാണത്തുള്ളൂ, ഒരു 90 രൂപ കൊടുക്കുമ്പോൾ ഒരു 100 ഗ്രാം ഇത്രേ കാണത്തുള്ളൂ. അപ്പോഴേ അന്നെല്ലാം ഞാൻ വിചാരിച്ചത് ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മളിത് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.